Railway, ലോകത്തിലെ തന്നെ second largest railway network under single management. Also the place where people show beautiful culture. And the place with most hygienic bathrooms and delicious food. ഈ ബ്യൂട്ടിഫുൾ സ്ഥലത്താണ് ഞാൻ നെക്സ്റ്റ് 24 hours സർവൈവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. And the 24 hours starts now. ഈ ചാലഞ്ചിലുള്ള റൂൾസ് ഭയങ്കര സിമ്പിൾ ആണ്. റൂൾ നമ്പർ 1, 24 മണിക്കൂറായിട്ട് റെയിൽവേ സ്റ്റേഷന്റെ പുറത്തിറങ്ങരുത്. റൂൾ നമ്പർ 2, നമ്മൾ കഴിക്കുന്ന എല്ലാ ഫുഡും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കിട്ടുന്നതായിരിക്കണം. സോ ഗൈസ്, ഈ ഒരു 24 hours സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സപ്ലൈ കിറ്റ് എടുത്തിന് നല്ല ചക്ക സെറ്റാക്കി വെച്ചിന്. അത് തുറക്ക് നോക്കട്ടെ എന്തെല്ലാം ഉള്ളത്. ഇവിടെ ഗൂഗിൾ പേന്റെ മെഷീൻ ഒരു മേശ ഇട്ടിട്ട് നീ കച്ചവടം തുടങ്ങിക്കോ. എന്നോട് ഞാൻ 24 hours ഇൻ റെയിൽവേ സ്റ്റേഷൻ എന്നല്ലേ പറഞ്ഞേ, ഫുഡ് ഈറ്റിംഗ് ചലഞ്ച് എന്നല്ലോ. ഒരു ബെഡ്ഷീറ്റ് എല്ലാം എടുത്തൂടെ, കൊതുകടിക്കാണ്ടിരിക്കാനെങ്കിലും. സൂപ്പർ ആളെ കൂടെ കൂട്ടിയിട്ട് ഗൈസ്. ഇവന്റെ ഈ ഒരു സർവൈവൽ കിട്ടിയാണ്ട് വിജൃംഭിച്ചു പോയി ഞാൻ നാളെ വരെ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് കുറേ നേരം അവിടെ ഇരുന്ന്. Then I came up with a plan. സോ ഗൈസ്, ദ പ്ലാൻ ഈസ് സിമ്പിൾ. നാളെ വരെ ഇവിടെ തന്നെ ഇരിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും അത് നടക്കൂല. നമ്മളെ നാടല്ലേ, കഞ്ചാവ് എന്നിട്ട് പോലീസ് പിടിച്ചോണ്ടപ്പോൾ. ആൻഡ് അത് മാത്രമല്ല, ഇവിടെ തന്നെ ഇതൊരു രസമില്ല ഗൈസ്. നിങ്ങൾക്ക് ഈ സ്ഥലം കണ്ട് ബോറടിക്കും. സോ വി വിൽ ബി മൂവിങ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്ത് കിടക്കരുത് എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വേറെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകും. ഷൈനിന് കുറച്ച് സമയമുണ്ട്. അപ്പോൾ തൽക്കാലം നമുക്ക് ഇവിടെ ലേശം എക്സ്പ്ലോർ ചെയ്യാം. എക്സ്പ്ലോർ ചെയ്യാൻ പോയ ഞാൻ ആദ്യം തന്നെ മനസ്സിലാക്കിയത് വൈകുന്നേരം നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ കാണാൻ നല്ല അടിപൊളി വൈബാണ് ഗൈസ്. അതുകൂടാണ്ട് വേറെയും കിടിലം പോലത്തെ സീൻസ് ഉണ്ട്. തുള വന്നൊരു ചുമര്, മോദിജിന്റെ ആയുർവേദ ഷോപ്പ് പോലത്തെ ഒരു പീടിയ, വർക്കാവില്ലെങ്കിലും നല്ല നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു എസ്കലേറ്റർ, ആൻഡ് ഒരു സൂപ്പർ അക്വേറിയം. ഇതിലാണെങ്കിൽ കിടിലം പോലത്തെ മീനെല്ലാം ഉണ്ട് ഗൈസ്. ഈ വെള്ള സാധനം കണ്ട, ഇതിന് ഞാൻ ഒരു പേരിട്ടിട്ടുണ്ട്, ബ്ലാക്കി. യെസ് ഗൈസ്, ഐ ആം നോട്ട് എ റേസിസ്റ്റ്. എക്സ്പ്ലോർ ചെയ്തെങ്കിൽ നമുക്ക് തിരക്കിട്ട് ഏടിയും പോകാലത്തുണ്ട്. ഞാൻ ആടെ ഇരുന്ന് ഫോണ് മുന്നോട്ട് പോകുന്ന ട്രെയിനിൽ നോക്കി നമ്മളെ 24 hours ആദ്യത്തെ 2 hours കംപ്ലീറ്റ് ആക്കി. നമ്മൾ 2 മണിക്കൂറേ വന്നിട്ടുള്ളൂ എങ്കിലും ഇരുന്നിരുന്നും എടുത്തു. ഇനിയിപ്പം ബാക്കി 22 മണിക്കൂർ എന്ത് ചെയ്യുന്ന അറിയില്ല. പക്ഷേ ഞാൻ കുറേ കാലങ്ങളായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വരുന്നുണ്ടെങ്കിലും ഞാൻ ഇതുവരെ കാണാത്തൊരു പുതിയ സാധനം വന്നിട്ട് നമുക്കത് കുറച്ച് കഴിഞ്ഞിട്ട് പോയിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് തൽക്കാലം കുറച്ച് സമയം കൂടെ കളയാൻ വേണ്ടി ഇടുന്ന ലേശം ലേസ് എല്ലാം നോക്കാം. ചങ്ങായി സർവൈവൽ കിറ്റിൽ ലേസ് ഉൾപ്പെടുത്തിയത് നന്നായി. അല്ല വലിയ ഭക്ഷണം. സോറി ഗൈസ്, ലേസിനെ നമ്മൾ ഫുഡായിട്ട് കണക്ക് കൂട്ടൂല. അടുത്ത 22 മണിക്കൂർ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിട്ട് ഞാൻ ആടെ കഴിഞ്ഞിട്ട് ആ ഒരു ഫുൾ പാക്കറ്റ് ലേസ് തിന്നിർത്ത്. ഞാൻ വിചാരിച്ചത് ഭയങ്കര സിമ്പിൾ ചാലഞ്ച് ആയിരിക്കും, വെറുതെ അവിടെ പോയി ഇരുന്നാൽ മതിയല്ലോ. പക്ഷേ ഈ ബോറടി കാരണം ഭ്രാന്ത് പിടിച്ച് ഇപ്പൊ തന്നെ നിർത്തിയാലോ എന്ന് എനിക്ക് തോന്നുന്നേ. കണ്ട ഭ്രാന്ത് പിടിച്ചിട്ട് ഞാൻ എന്താ ട്രെയിനെല്ലാം ടാറ്റ കൊടുക്കുന്നത്. എന്നിട്ടും എന്റെ ബോറടി മാറാത്തോണ്ട് ഞാൻ അവിടുന്ന് തലയും കുത്തി പറഞ്ഞ് നടു ഓടിയാത്തത് ഭാഗ്യം. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് ശരിക്കുള്ള പ്രോബ്ലം വന്നത്. എനിക്ക് മൂത്രയിക്കാൻ മുട്ടി. വി ഹാവ് കം ടു ദ ബാത്റൂം. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നാറ്റടിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ എന്താ അവസ്ഥ എന്ന് എനിക്ക് കാണാനുള്ള ഒരു ഇതുമില്ല. പക്ഷെ വേറെ നിവർത്തിയില്ല ഗൈസ്, വി ഹാവ് ടു ഗോ. ലെറ്റ്സ് ഗോ. കുഴപ്പമൊന്നുമില്ല ഗൈസ്. ഞാനിപ്പോൾ എൻ്റെ സൗണ്ട് ആയിട്ട് അധികം അറിയാതറിയില്ല, വായിലൂട്ടാണ് ശ്വാസം എടുക്കുന്നത്. ഈരെ കട്ടി വൃത്തിയിട്ട ബാത്റൂം കണ്ടിട്ടുണ്ട്. ചെറുസ് വീഡിയോ എടുക്കുന്ന അച്ഛനാക്ക് എങ്ങണ്ട് പറയാനില്ല. എനിക്ക് മൂത്രയിക്കളാ, എനിക്ക് മൂത്രയിക്കണമെന്നുണ്ടായി. പക്ഷെ അത്ര നേരമുള്ള ബ്രത്ത് കൺട്രോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പുറത്തു വന്നതാ. ബാത്റൂം 1/2 കിലോമീറ്റർ ഇപ്പുറം വന്നിട്ടാണ് മര്യാദക്കൊന്ന് ശ്വാസം വിടാൻ വേണ്ടി പറ്റിയത്. ബാത്റൂം റിവ്യൂ കഴിഞ്ഞ് നമ്മൾ ഇവിടെ വന്നിട്ട് 3 മണിക്കൂറും കഴിഞ്ഞ് ഇപ്പോൾ 8:15 ഇനിയിപ്പോൾ ഫുഡ് കഴിക്കുന്ന സമയമാണ്. എന്ത് ഫുഡ് കിട്ടാൻ നല്ല ഫുഡാണോന്ന് അറിയില്ല. ഞാൻ ഇന്നേ വരെ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുമില്ല. ലെറ്റ്സ് ഗോ ആൻഡ് ട്രൈ ടു ഈറ്റ് സംതിങ് ഗുഡ്. ഗുഡ് എന്നറിയില്ല, ലെറ്റ്സ് ട്രൈ ടു ഈറ്റ് സംതിങ്. അങ്ങനെ ഫുഡും തപ്പിട്ട് നമ്മൾ കയറി ചെന്നത് ആ ഒരു സ്റ്റേഷനിൽ ആകെയുള്ള ഹോട്ടലിൽ. നമ്മൾ ഈ ഒരു 24 hours ഇൻ റെയിൽവേ സ്റ്റേഷനിലെ ഫസ്റ്റ് മീൽ കഴിക്കാൻ വേണ്ടി നമ്മളങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ തന്നെയുള്ള ഒരു ഹോട്ടൽ വന്നിട്ടുണ്ട്. അവിടെ ട്രെയിൻ പോകുന്നുണ്ടോ? റെയിൽവേ സ്റ്റേഷനുള്ളിലാ. തീയില് കാണിച്ചു കൊടുക്ക്. നമ്മൾ റൂൾസ് ബ്രേക്ക് ചെയ്യില്ല ഗൈസ്. ഒരു ബിരിയാണി പറഞ്ഞിട്ട് എന്താ അവസ്ഥ അതൊന്നും അറിയില്ല. എത്ര പൈസ ബിരിയാണിക്ക്? 120 ഉറുപ്പിയുള്ളൂ. അപ്പോൾ ലോക്കലായിരിക്കും. ബിരിയാണി വന്നിന് പ്ലേറ്റ് ഒന്നും കഴുകിയ പോലെ തോന്നുന്നില്ല. അപ്പം എങ്ങനെ ഞാൻ ഇട്ട് കഴിക്കുന്ന വിചാരിക്കുന്നത്. ഞാൻ ടേസ്റ്റ് മാത്രം റിവ്യൂ ചെയ്യണം വിചാരിച്ചു. പക്ഷേ ഈ കഴുകാത്ത പ്ലേറ്റ് പോലെ ഉണ്ട്. കഞ്ഞി പോലെ ഉണ്ടായത്, തണിഞ്ഞ ചോറ്, ഐസ് പോലെ. വലിയ ചിക്കൻ കഷ്ണമുണ്ട്, തൈരില്ല, സാലഡില്ല, പൊരിച്ച ചിക്കൻ. ടേസ്റ്റ് നോക്കട്ടെ. 80 പാടുള്ളൂ. 120 ഉറുപ്പ്യ അധികം. വെറുതെ ഇരുന്നിട്ട് ഭയങ്കര വിശപ്പായി. അതുകൊണ്ട് ആ തണുത്ത ബിരിയാണി ആണെങ്കിൽ അത് ഫുള്ളായിട്ട് വടിച്ച് കഴിച്ച്. പക്ഷേ ഇത്ര എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ബോറടിച്ചാടിയിരുന്നപ്പോൾ എനിക്ക് ആകിയൊരു പ്രതീക്ഷ ഈ രാത്രിത്തെ ബിരിയാണിയിലായിരുന്നു. പക്ഷെ വെറുതെ വല്ല വടയാ ബ്രെഡാ എന്തി തിന്നാൻ വേനോ അല്ലെങ്കിൽ എന്തി കടി തിന്നാൻ വേനോ. പൈസ പോയി കംപ്ലീറ്റ് ഗോൾ. അതേസമയം ഇപ്പം 9:15 ഏകദേശം 5 മണിക്കൂർ ആവാനായിട്ടുണ്ട് നമ്മളിവിടെ വന്നിട്ട്. ഇനി ഇവിടെ തന്നെ ഇന്ന്
പെരാന്ത് പിടിച്ചു. പിന്നെ രാത്രി ഇവിടെ ഇരിക്കുന്ന അത്ര സേഫ് അല്ല, പോലീസ് വന്നിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്താ ഇവിടെ ഇരിക്കുന്നതെന്ന്. ഇവിടെ അത്ര പാതിരാത്രി ഒന്നും ആക്റ്റീവ് ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ ആണെന്ന് തോന്നുന്നില്ല. സോ നമ്മൾ അടുത്ത ട്രെയിൻ ഓടിച്ചിട്ട് കോഴിക്കോടേക്ക് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. അവിടെ ഇവിടെ ഇതിനെക്കാട്ടിയും കുറച്ചും കൂടി ലൈവ്ലി ആയിരിക്കും, കുറച്ചും കൂടി ആൾക്കാരിലുണ്ട്, പ്രശ്നം ഉണ്ടാവില്ല. സോ നമ്മൾ നെക്സ്റ്റ് ട്രെയിൻ എന്ന് പറയുന്നത് 10:25 1 മണിക്കൂർ ടൈം ഉണ്ട് നമുക്ക്. സോ ആ ഒരു ടൈം നമ്മളൊരു സ്ഥലത്ത് വെയിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ, ഞാൻ ഇതുവരെ കാണാത്ത, ഇതുവരെ പോകാത്ത റെയിൽവേ സ്റ്റേഷനിലെ ആ ഒരു സ്ഥലം പുതിയതായിട്ട് വന്നതാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. ഐ എം ടോക്കിംഗ് അബൌട്ട് AC വെയിറ്റിംഗ് ഹാൾ. ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാ പരിപാടി എന്നൊന്നും എനിക്കറിയില്ല, ഇതുവരെ കയറിയിട്ടില്ല. സോ പോയോക്കാം. ഇതിൻ്റെ ഉള്ളിൽ കണ്ടാൽ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലാന്ന് പറയേയില്ല, ഒരു എയർപോർട്ട് വൈബാണ്. ഞാൻ എന്തായാലും ഈ ഒരു AC റൂം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. വി ഹാവ് 2 AC 2 TVs. അതിലൊന്നിൽ CCTV ഉള്ള സംഭവമാണ് കാണുക, മറ്റേ TV ആണെങ്കിൽ ഓൺ ആക്കിയിട്ടില്ല. ഒരു സൂപ്പർ ക്ലീൻ ബാത്റൂം ഉണ്ട്, ഇരിക്കാൻ കിടിലം പോലത്തെ സോഫയും. മച്ചാനത് പോരളിയാ. 1 മണിക്കൂർ ആ ഒരു തണുപ്പും കൊണ്ട് ചെറുതായിട്ടൊന്ന് വാങ്ങിയിട്ട് നമ്മൾ സ്റ്റേഷൻ മാറാൻ റെഡിയായി. അങ്ങനെ 1 മണിക്കൂർ ആ ഒരു AC വെയിറ്റിംഗ് ഹാളിൽ ഇരുന്നതിന് ശേഷം നമ്മൾ കോഴിക്കോട് പോകാൻ റെഡി ആയിട്ടുണ്ട്. കാച്ചിക്കൂടെ ഏതെല്ലോ ഒരു ട്രെയിൻ, ഞാൻ ഇത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ആകെ 4 ജനറലേ ഉള്ളൂ, കാലുകുത്താൻ സ്ഥലം ഉണ്ടായാൽ മതിയേനു. നിൽക്കേണ്ടെന്നാലും പ്രശ്നമില്ല, കോഴിക്കോടേക്കാകെ 1 മണിക്കൂറേ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം. നല്ല സുഖമുണ്ടെങ്കിൽ ആ AC-ലിരിക്കുക, കുറച്ച് നേരം അടിയായിരുന്നു. കാച്ചുകൂടെ വന്ന കേട്ടാ, വലിയൊരു തിരക്ക് കാണുന്നില്ല, റേഷൻ തിരക്കുണ്ട്, പക്ഷെ ഞാൻ ഉദ്ദേശം അത്ര തിരക്കില്ല. ഇനി ബാക്കിൽ എന്താ അവസ്ഥ എന്നറിയില്ല. കാച്ചുകൂടെ ചതിക്കോ ഇല്ലയോ, ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ഗൈസ്. AC-ലുള്ള ആളെല്ലാം സുഖമായിട്ട് പുതച്ചു കൂടി കിടന്ന് ഉറങ്ങുന്നുണ്ട്. നമ്മളെ ജനറലെത്തി, ഉള്ള ആളെല്ലാം ഇങ്ങോട്ട് വന്ന്. ഓക്കെ സുഭാഷ്, സ്ഥലമില്ല, കാലുകുത്താൻ സ്ഥലമില്ല, പക്ഷെ വേറെ വഴിയില്ല, കയറില്ല തന്നെ, അപ്പുറം കയറാവാ. കാച്ചുകൂടെ കയറി, സീറ്റൊന്നും പ്രതീക്ഷിച്ചില്ല, കാലുകുത്താനുള്ള ഒരു സ്ഥലം മാത്രമേ പ്രതീക്ഷിച്ചുള്ളൂ, അത് കിട്ടി. കുറച്ച് സ്ഥലം ഉണ്ടല്ലോ, ഇത് വേറെ ട്രെയിനല്ലേ കാച്ചുകൂടെ സെറ്റ്. 1 മണിക്കൂർ 11:15 അടുത്തും. നമുക്ക് 1 മണിക്കൂർ, നിങ്ങൾക്ക് ഇപ്പം ഞാൻ ഇങ്ങനെ കാണിക്കുമ്പോൾ എത്തും. 3, 2, 1. അങ്ങനെ നമ്മൾ പറഞ്ഞ പോലെ കോഴിക്കോട് എത്തി. ഇവിടെ വന്നതിൻ്റെ മെയിൻ ലക്ഷ്യം കുറച്ച് ലൈവ്ലി ആയിട്ടുള്ള സ്ഥലത്ത് വരാനാണ്. ഇതിപ്പോൾ രാവിലെ ആണോ എന്ന് എനിക്ക് തിരിയുന്നില്ല, എത്രയാണ് ആൾക്കാർ ഇവിടെ. ഇവിടെ എന്തായാലും സേഫ് ആയിരിക്കും, പോലീസ് ഒന്നും അങ്ങനെ ചോദിക്കില്ലാന്ന് തോന്നാം, വരുന്ന പോലെ കേട്ട്. ഇവിടെ ഫുൾ ആൾക്കാരാണ്, അതുകൊണ്ട് പോലീസ് ഇപ്പം നമ്മളെ കണ്ടാലൊന്നും ചോദിക്കാനൊന്നും പോകുന്നില്ല. നമുക്കാണെങ്കിൽ രാവിലെ ആവുന്നവരെ സർവൈവ് ചെയ്യാനുണ്ട്. അതിന് പറ്റിയ ബെസ്റ്റ് ഐഡിയ കിടന്നുറങ്ങലാണ്. ലേശം നേരം ഇവിടെ കിടക്കാൻ നോക്കാം, വേറെ സ്ഥലമൊന്നുമില്ല. ഇവിടെ ഫുള്ള് ഞാൻ പറഞ്ഞില്ലേ, ലേശം തിരക്കേ ഞാൻ പ്രതീക്ഷിച്ചുള്ളൂ, പക്ഷെ ഫുൾ തിരക്ക്, എല്ലാ ബെഞ്ചും ഒക്യുപ്പൈഡ്, ഫാനുണ്ട്, തണുപ്പുണ്ട്. ഈ കമ്പി മാത്രമേ ഇവിടെ ഒരു പ്രശ്നമുള്ളൂ, പക്ഷേ വീടൊന്നും ഇല്ലല്ലോ, കട്ടിൽ കിടക്കാതെ പറ്റൂല, ഉള്ളിടത്ത് കിടക്കൽ തന്നെ. രാവിലെ വരെ ഉറങ്ങിയിട്ട് അത്രയും മണിക്കൂർ സർവൈവ് ചെയ്യാനും ബോറടി മാറ്റാന്നുള്ള എൻ്റെ പ്ലാൻ വാസ് വർക്കിംഗ് പെർഫെക്റ്റ്ലി. പക്ഷെ അത് കുറച്ച് നേരത്തേക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പൈസയുടെ കിടന്നിട്ട് മര്യാദക്ക് ഉറങ്ങാനൊന്നും പറ്റുന്നില്ല. ആൾക്കാർക്ക് ഈ പെണ്ണുങ്ങൾ കൂക്കിയും പൈരും കൊടുക്കുന്നത്. ഗാഡി നമ്പർ ചേസീൻസു. ഈ കമ്പി ആണെങ്കിൽ കമ്പി വെപ്പില്ല, പക്ഷെ എന്താണെന്ന് അറിയില്ല, നടുവ് എടുക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മൾ ആ ഒരു AC റൂം കണ്ടുപിടിക്കുന്നതായിരിക്കും നല്ലത്. ഇവിടെ അത് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. AC റൂമിലാകുമ്പോൾ നമുക്ക് പോലീസിനെയും പേടിയണം. നമ്മൾ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തിന്, എന്നാലും ഒരു ചോദിച്ചതിനെ വെറുതെ സീനാക്കണ്ടല്ലോ. എനിക്ക് പോലീസിനെ പേടിയൊന്നുമില്ല, ഒന്ന് പോയിട്ട് തപ്പിട്ട് AC റൂം ഉണ്ടോയെന്ന്. AC വെയിറ്റിംഗ് റൂം തപ്പിട്ട് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ 4 പ്ലാറ്റ്ഫോം നമ്മൾ കയറി ഇറങ്ങി, ഒന്നല്ല 2 പ്രാവശ്യം, എന്നിട്ട് അവസാനമാണ് ഈ ഒരു സാധനം കണ്ടുപിടിച്ചത്. AC റൂം കണ്ടുപിടിച്ചത്, പക്ഷേ AC റൂം ഭയങ്കര ഫുള്ളാ. മര്യാദക്ക് തലശ്ശേരി തന്നെ നിന്നാ വേനോ, AC കൊണ്ട് അവിടെ കിടന്നുറങ്ങേനും. എന്റെ കസാലയാണെങ്കിലും പുണ്ണാക്കാം, ഇരുന്നല്ല മറ്റാടെ കിടക്കുന്ന. ഒരു സീറ്റ് പോലും ബാക്കി ഉണ്ടായിട്ടില്ല അതിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കാൻ വേണ്ടിയിട്ട്. സോ AC റൂമിന്റെ തൊട്ട് പുറത്തുള്ള ഒരു ബെഞ്ച് നമ്മൾ ചൂസ് ചെയ്ത് രാവിലെ വരെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പോലീസ് ഇടക്കിടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടെങ്കിലും കുറേ ആൾക്കാരിലുണ്ട്, വലിയ സീനൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ സീൻ ഉണ്ടായെന്ന് വെച്ചാൽ ടൈം കളയാൻ വേണ്ടിയിട്ടാണ്. ഈ വെറുതെ ഇരിക്കുന്ന സംഭവം ഇത്രക്ക് പെരാൻ തുടങ്ങുന്ന പരിപാടിയാണ് അന്നാണ് അറിഞ്ഞത്. ആടെ ഇരുന്നും കടന്നും എങ്ങനെയോ രാവിലെ ആക്കി. ഗുഡ് മോർണിംഗ് ബോയ്സ് ആൻഡ് ഗേൾസ്. അങ്ങനെ 6:30 ആയിരിക്കുകയാണ്. നമ്മൾ എങ്ങനെയോ ഈ ഒരു കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തി. നേരെ വെളുപ്പിച്ച് മര്യാദക്ക് ഒരു അരമണിക്കൂർ പോലും ഉറങ്ങി തോന്നില്ല. കൂടി പെണ്ണുമ്പോൾ ഒച്ചപ്പാടാക്കുകയും ചെയ്യും. ഈ ബെഞ്ചിലൊന്നും കിടന്നിട്ട് മര്യാദക്ക് ഉറങ്ങാനും പറ്റിയിട്ടില്ല. ഇപ്പം ഏകദേശം നമ്മൾ ഈ ഒരു ചാലഞ്ച് തുടങ്ങിയിട്ട് ഏകദേശം 14 hours ആയി. ഒരു 10 hour ബാക്കിയുണ്ട്. എന്ത് ചെയ്യുന്നു ഒരു പിടുത്തുമില്ല, സമയമൊന്നും പോകുന്നില്ല, പെരാന്ന് പിടിച്ചിന്. രാത്രി മൊത്തം ഉറങ്ങാണ്ടെന്നുകൊണ്ട് നല്ല വിശപ്പുണ്ട്. തൽക്കാലം ഈ ഒരു ചായ കുടിച്ചിട്ട് അടുത്ത പരിപാടി പിടിക്കാൻ നോക്കാം. ഇന്നലെ രാത്രി അതിൽ ഉറങ്ങാത്തതുകൊണ്ട് ഭയങ്കര വിശപ്പ്. പക്ഷെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാത്റൂം പോകേണ്ടി വരും. ഇന്നലത്തെ ആ ഒരു ബാത്റൂം എക്സ്പീരിയൻസോടുകൂടി തന്നെ എനിക്ക് മതിയായി. അതുകൊണ്ട് ഇന്ന് നമ്മൾ ചെറുതായിട്ട് ലൈറ്റ് ആയിട്ട് മാത്രമേ കഴിക്കുന്നുള്ളൂ. അതാണെങ്കിൽ ഒരു ഇന്ന് വട കിട്ടുമായിരിക്കും. അതായിരിക്കും ഇന്നത്തെ പ്രോബബ്ലി എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്ന ഒരു കുന്തം എനിക്ക് ഐഡിയ ഒന്നുമില്ല. എന്തൊക്കെയെല്ലാം ചെയ്യണം. നമ്മളെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയ ഒരു സിംഗിൾ വടന അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇന്നലത്തെ ബിരിയാണി ഭയങ്കര പോക്കിയിരുന്നു. നമ്മളെ 2ാമത്തെ മീലാണ് ഈ ഒരു ചലഞ്ചിലെ. ലെറ്റ്സ് ഹോപ്പ് ദിസ് ഈസ് ഗുഡ്. Yeah, it's decent.
ഇത് ഭയങ്കര ടേസ്റ്റ് ഒന്നുമില്ല. റെയിൽവേ സ്റ്റേഷനിൽ ഇതിൻ്റെ കൂടുതലൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. തിന്നാനുള്ള മൂഡ് വരെ പോയി ഇവിടെ വന്നിട്ട് പേരാന്ത്. ലെറ്റ്സ് ഫിനിഷ് ദിസ് ആൻഡ് ട്രൈ സംതിങ് എൽസ്. ആ ഉണങ്ങിയ വട ആടിരുന്ന് കഴിച്ചിട്ട് വിശപ്പൊന്നും മാറിയിട്ടില്ല. പക്ഷെ ഒന്നും കഴിക്കാൻ തോന്നാത്തതുകൊണ്ട് തന്നെ ബോറടി മാറ്റാൻ എന്ത് ചെയ്യുന്നു ഞാൻ ChatGPT അണ്ണനോട് ചോദിക്കാമെന്ന് വിചാരിച്ചു. I am bored in a railway station. Give me something to get rid of my boredom. ChatGPT വിചാരിച്ച് ഞാനിത് ബുദ്ധിജീവിയാണ്. ചങ്ങായി വന്നിട്ടുള്ള ഒബ്സർവേഷൻ ഗെയിം, മിനി റൈറ്റിംഗ് ചലഞ്ച്, ഫോട്ടോ ഹണ്ട്, പസിൽ ടൈം, മ്യൂസിക് വൈബ് ഷിഫ്റ്റ്, മൈൻഡ് എക്സസൈസ്. ഇത് എന്താണ്? ഞാൻ മാനസിക രോഗിയൊന്നുമല്ല, ലേശം ബോറടിക്കുന്നതേ ഉള്ളൂ. ChatGPTയോട് ചോദിച്ചാൽ എന്നെ വേണം അടിക്കാൻ വേണ്ടിയിട്ട്. ChatGPT ഒരു ഐഡിയ തരാത്തോണ്ട് സമയം കളയാൻ ഞാൻ തന്നെ ഒരു ഐഡിയ കണ്ടുപിടിച്ചു. ഈ മൂടി ഡസ്റ്റ്ബിന്നിൽ ഇട്ടില്ലെങ്കിൽ ഞാൻ ഗേ. ഇത് കൂട്ടില്ല, ഇത് ഫസ്റ്റ് ട്രൈ ആണ്. സെക്കൻഡ് ട്രൈ ആണ് ശരിക്കുള്ള സംഭവം. നോ 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 നോ, ഇതല്ല, മൂന്നാമത്തെയാണ് ശരിക്കുള്ള. സൈമൺസിന്റെ വിക്കറ്റ് കിട്ടിയ ശ്രീശാന്ത് പോലെ ആടുന്ന് തുള്ളിച്ചാടിയില്ലെങ്കിലും ഐ വാസ് റിയലി ഹാപ്പി. ആ ഒരു ഹാപ്പിനെസ് കുറച്ച് നേരത്തേക്ക് ഉണ്ടായിട്ടുള്ളൂ. വീണ്ടും ബോർഡം സ്ട്രൈക്സ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് അവിടെയുള്ള ഓരോ തൂണിലും പോയിട്ട് വെറുതെ കുറേ നേരം അങ്ങനെ ഇരുന്ന് അറ്റ് ലാസ്റ്റ് ഐ ഗോട്ട് ആൻ ഐഡിയ. ടൈം പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ടുവച്ചൊരു വഴിയാണ് ഗൈസ്. വാച്ച് എ മൂവി. എന്ത് വെറൈറ്റി ഐഡിയ അല്ലേ? വി ആർ ഗോണ വാച്ച് അങ്കമാലി ഡയറീസ്. യൂട്യൂബിലുണ്ട് ഗൈസ്, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ കാണാം. അങ്കമാലി ഡയറീസ് ഉണ്ട്. 2 മണിക്കൂർ നമ്മൾ തള്ളി നീക്കി. പക്ഷെ സിനിമ കഴിഞ്ഞപ്പോൾ വീണ്ടും തുടങ്ങി എനിക്ക് ബോറടിക്കാൻ വേണ്ടിയിട്ട്. തിരിച്ച് നാട്ടിലേക്ക് വരാനാണെങ്കിൽ ഇനി ഉച്ചക്കാണ് ട്രെയിൻ ഉള്ളത്. അതുവരെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ ഓരോ പ്ലാറ്റ്ഫോമിലും ഞാൻ പോയിട്ട് ഓരോ മണിക്കൂർ വെറുതെ ഇരുന്ന് ഓരോ കോപ്രായങ്ങൾ കാണിച്ചുകൂട്ടി. അവിടെയാണെങ്കിൽ ഒടുക്കത്തെ വെയില്. ഈ വീഡിയോന്റെ ഇടയ്ക്ക് ഇത് പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. ബട്ട് ഇത് കേന്ദ്ര സർക്കാരാണെങ്കിലും കേരള സർക്കാരാണെങ്കിലും നമ്മുടെ നാടിന്റെ അവസ്ഥ വെച്ച് ഈ റെയിൽവേ സ്റ്റേഷനെല്ലാം ഒന്ന് ഈസിയാക്കാൻ പറ്റിയെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. അങ്ങനെ ആ ഒരു ചൂട്ടത്ത് ബോറടിച്ചിരുന്ന് പെരാന്ത് പിടിച്ച് ഉച്ചവരെ എങ്ങനെയോ ഞാൻ സർവൈവ് ചെയ്ത്. എൻ്റെ അമ്മ, ഫൈനലി നമ്മൾ എങ്ങനെയോ ലഞ്ച് ടൈം ആക്കിയിട്ടുണ്ട് ഗൈസ്. ഇരുന്ന് ബോറടിക്കാതെല്ലാം പറയില്ല, അതിൻ്റെ അങ്ങേയറ്റമാണ് പെരാന്ത് പിടിച്ച് പെരാന്ത്. എങ്ങനെയാണ് ഈ ഒരു മണിക്കൂർ എല്ലാം നമ്മൾ സർവൈവ് ചെയ്തിട്ട് ഇടം വരെ കൊണ്ട് എത്തിച്ചിട്ടുള്ളത്? ബോറടി മാത്രമല്ല ഗൈസ്, ഒടുക്കത്തെ ചൂട്. ഞാനിത് ഇപ്പോൾ ഒരു മരത്തിൻ്റെ അടിയിലൊന്നും ഇരിക്കുന്നത്. ഇത്ര എനിക്ക് ഇങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടെന്ന് തന്നെ അറിയില്ല. ഞാൻ കുറേ നേരം ആടയിലിരുന്ന് ഫാനിനെല്ലാം കറങ്ങുന്നുണ്ട്, പക്ഷെ ഒരു കുന്തോ കാറ്റും വരുന്നില്ല. ഉച്ചയായി നമ്മൾ മീൽ കഴിക്കുന്ന ടൈമാണ്. കൂടാണ്ട് ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല ഗൈസ്. അത് മാത്രമല്ല, തിന്ന് കഴിഞ്ഞാൽ ചിലപ്പം ബാത്റൂം പോകേണ്ടി വരും. ലോഡ് ഇറക്കാത്തതുകൊണ്ട് ഒന്നും ഉള്ളോട്ട് കയറും തോന്നുന്നില്ല. സോ ഞാൻ ലേശം തണുത്തോളം എടുത്തിട്ടുണ്ട്. ഈ തണുത്തോളം കുടിക്കുക. ഇതായിരിക്കും എൻ്റെ ലഞ്ച്. നല്ല ആശ്വാസം എൻ്റെ അമ്മോ. നമ്മളെ 24 hours കഴിയാൻ വേണ്ടിയിട്ട് ഇനിയും ഫ്യൂ ഹവേഴ്സ് ബാക്കിയുണ്ട്. അതിൽ നമ്മൾ ഇവിടെ തന്നെ നിൽക്കണമെന്നില്ല. നമ്മൾ വീണ്ടും തിരിച്ച് കോഴിക്കോട് നിന്ന് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഒരു ട്രെയിൻ ഉണ്ട്, അത് അവിടെ എത്തുമ്പോഴത്തേക്കും ഏകദേശം 1.5 മണിക്കൂർ കഴിയും. സോ അത് കഴിഞ്ഞ് 1 മണിക്കൂറെല്ലാം കഴിയുമ്പോഴത്തേക്കും നമ്മൾ 24 hours കംപ്ലീറ്റ് ആകുന്നതായിരിക്കും. ദാറ്റ്സ് ദ പ്ലാൻ ഗൈസ്. എങ്ങനെയെങ്കിലും ആ ഒരു 24 hours ആയാൽ മതിയേനും. അങ്ങനെ ട്രെയിൻ വന്നേരം തിരിച്ച് നാട്ടിലേക്ക് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്ത്. സത്യം പറയാലോ, റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്നതിനെക്കാട്ടി എന്തുകൊണ്ടെന്ന് നല്ലത് ഈ ഒരു ട്രെയിനിൽ ഇരിക്കുന്നതാണ്. ഇതാണെങ്കിൽ ലോക്കൽ ആയതുകൊണ്ട് ആരുമില്ല, കെട്ടുന്ന സുഖമായിട്ട് അവിടെ എത്തുന്നവരെ ഇറങ്ങി. ലോക്കൽ ആയതുകൊണ്ട് വേറൊരു യൂസും കൂടി ഉണ്ടായിന്. വന്ദേ ഭാരതും ബാക്കിയുള്ള മെയിൻ ട്രെയിൻസ് എല്ലാം പോകാൻ വേണ്ടിയിട്ട് ഇത് കുറേ സമയം പിടിച്ചിട്ട് നമ്മൾ തിരിച്ച് തലശ്ശേരി എത്തുമ്പോഴത്തേക്കും നമ്മളെ 24 hours കംപ്ലീറ്റ് ആയി. ഫൈനലി വി ആർ റൈറ്റ് വേ വി സ്റ്റാർട്ടഡ് ദ വീഡിയോ യെസ്റ്റർഡേ. അങ്ങനെ നമ്മളെ 24 hours ഇൻ റെയിൽവേ സ്റ്റേഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ദിസ് വാസ് സപ്പോസ് ടു ബി വൺ ഓഫ് ദ ഈസിയസ്റ്റ് 24 hours. ഞാൻ ഇതുവരെ ചെയ്തതിൽ വെച്ച് വലിയ ചാലഞ്ചസോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു വീഡിയോക്ക് ഉണ്ടായിട്ടില്ല. ബട്ട് എൻ്റെ മോനെ, വാസ് ഇറ്റ് ഹാർഡ്. സമയം പോകാനാണെങ്കിൽ ഒരു കൊല്ലെല്ലാം പോകുന്ന പോലെയാണ് 24 മണിക്കൂർ പോയത്. ഇതോടുകൂടെ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, ദിസ് ഈസ് ദ ഫൈനൽ 24 hours ചാലഞ്ച് ഇൻ ദിസ് വീഡിയോ. എനിക്ക് മതിയായി. എൻ്റെ അമ്മ, ഇത് ഭയങ്കര ഒരു മെനക്കേടാണ് 24 hours ചെയ്യുന്നത്. ഞാൻ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ കണ്ടു മടുത്തില്ലെങ്കിൽ അതാ ഈടൊരു വീഡിയോ കൊടുക്കുന്നതായിരിക്കും, അതും കൂടെ ഒന്ന് കണ്ടേക്ക്.